വിവിധ സ്ഥലങ്ങളിലായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹ വന്ദനങ്ങളെ ഈ സമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് കേരളം മുഴുവൻ, തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഓണം ആഘോഷിച്ച ഒരു ദിവസമാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ഓണത്തെ സംബന്ധിച്ച് ഞാൻ പല ലേഖനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ആ ലേഖനം എഴുതാനായിട്ട് സാധിച്ചില്ല. നല്ലൊരു ലൈവിൽ വന്ന് അല്പം ഓണ ചിന്തകൾ പറയാം എന്ന് ചിന്തിച്ചു. അതിന് പ്രചോദനമായി തീർന്നത് ചില ആളുകൾ എന്നോട് വ്യക്തിപരമായി ഈ ഓണത്തെ സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായം ആരാഞ്ഞു. അങ്ങനെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ അവർക്ക് ഞാൻ അവരുടെ വാട്സാപ്പിൽ അതിന് മറുപടി കൊടുത്തു. അതേസമയത്ത് ഒന്ന് രണ്ട് പാസ്റ്റേഴ്സ് ഈ ഓണത്തെ സംബന്ധിച്ച് അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യമായി ചെയ്ത പരസ്യ പ്രകടനങ്ങൾ അതിന്റെ ലിങ്കും അയച്ചു തന്നു. അപ്പൊ അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം എന്ന് പല ആളുകളും എന്നോട് പറഞ്ഞു. അങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഓണത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓണം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അത് കേരളത്തിന്റെ ഒരു കാർഷിക ഉത്സവമാണെന്ന് പണ്ഡിതരായ പല ആളുകളും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഒരു വാക്കുകൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ഇന്ത്യയുടെ ബഹുമാന്യനായിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന എല്ലാ ആളുകൾക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഓണ ആശംസകൾ നൽകി. അദ്ദേഹം ഓണ ആശംസകൾ പറഞ്ഞത് മലയാള ഭാഷയിലാണ്. നമ്മൾ അറിയുന്ന പോലെ അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ജനിച്ച് ഗുജറാത്തിൽ വളർന്നവനും മലയാളി അല്ലാതെ ഗുജറാത്തി ഹിന്ദി ഭാഷ സംസാരിച്ച് പഠിച്ചതുമായ ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹം മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഭാഷയുടെ സ്ലാങ് ഉണ്ടാവാം. അതിനെയൊക്കെ കോമഡിയായി എടുത്ത് ആളുകൾ പറയുന്നതും പിന്നെ അതിന്റെ പേരിൽ ചർച്ചകൾ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. ഞാൻ അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ബഹുമാനിക്കുന്നു. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് ഓണ ആശംസകൾ നേർന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയമല്ല. ഞാനത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ഭാഷയുടെ തന്റേതല്ലാത്ത മലയാള ഭാഷ, വളരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള മലയാള ഭാഷയുടെ സ്ലാങ്ങിനെയല്ല, അദ്ദേഹം പറഞ്ഞ ആശംസയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അംഗീകരിക്കുന്നു. ഈ തിരുവോണം എന്ന് പറയുന്നത് കാലം മുതലേ കേരളത്തിലെ ആളുകൾ ആഘോഷപരമായി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. ബൈബിളിലെ ഇസ്രയേൽ ജനത്തെ സംബന്ധിച്ച് അവർക്ക് 7 ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉത്സവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് അവരുടെ കൊയ്ത്ത് ഉത്സവം എന്ന് പറയുന്നത്, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അത് ഇസ്രായേലിലെ വയലേലകളിൽ അവര് സാധാരണയായി കൃഷികൾ ചെയ്തിട്ട് അത് സന്തോഷത്തോടെ വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന പോലെ കൊയ്ത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത് വളരെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു സന്തോഷവേളയാണ്. അന്ന് അവരെ വയലുകളിൽ ഇറങ്ങും, അവരുടെ കച്ചകൾ കൊയ്ത് എടുക്കും, അതിൽ നിന്ന് കതിർ വേർപെടുത്തും, അതവർ ധാന്യപ്പുരകളിലേക്ക് കൂട്ടിവെക്കും. ദൈവം നൽകിയ സമൃദ്ധിയിൽ അവർ സന്തോഷിക്കുകയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയും ചെയ്യും. ഇതിനെയാണ് കൊയ്ത്തിന്റെ ഉത്സവം അല്ലെങ്കിൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തിലും ഓരോ ജനതകൾക്കും അവരുടേതായിട്ടുള്ള സാംസ്കാരികമായ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ട്. കേരളത്തിൽ പുരാതന കാലം മുതലേ ആഘോഷിച്ചു വരുന്ന ഒന്നാണ് ഈ പറയപ്പെട്ട ഈ തിരുവോണം എന്ന് പറയുന്നത്. തിരുവോണത്തിന്റെ പിന്നിലെ ഐതിഹ്യങ്ങൾ പലതാണ്. ആ ഐതിഹ്യങ്ങളെല്ലാം ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ അക്രൈസ്തവ സ്നേഹിതർ അവർ വിശ്വസിക്കുന്ന പോലെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അങ്ങനെ തന്നെ അത് വിശ്വസിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. വിശ്വസിക്കാത്തവരും ധാരാളം ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരിക്കുന്ന വാമനനും അതുപോലെ മഹാബലിയും. വാമനൻ എന്ന് പറയുന്നത്
വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 10 അവതാരങ്ങളിൽ 5-ാമത്തെ ആളാണ്. 6-ാമത്തെ ആളാണ് പരശുരാമൻ. മത്സ്യകൂർമ്മ വരാഹിച്ച നരസിംഹച്ച വാമന രാമോ രാമച്ച രാമച്ച കൃഷ്ണ കൽകി ജനാർദ്ദന എന്നിങ്ങനെ അവതാരങ്ങൾ 10 ആണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അവതാരങ്ങളിൽ 5-ാമത്തെ അവതാരമാണ് വാമനൻ എന്ന് പറയുന്ന ആള്. വാമനന്റെ കാലത്താണ് മഹാബലി, അസുര രാജാവായ മഹാബലി ഈ കേരളം ഭരിച്ചിരുന്നതായി ഐതിഹ്യം പറയുന്നത്. ഇവിടെ യുക്തിക്ക് യോജിക്കാത്ത ഒരു വിഷയമുണ്ട്. ഞാൻ അതിന്റെ വശത്തേക്കൊന്നും പ്രവേശിച്ച ഒരു വിവാദം ഉണ്ടാക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പാഠപുസ്തകത്തിൽ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ പഠിച്ചത് പരശുരാമൻ, വിഷ്ണുവിന്റെ അവതാരമായ 6-ാമത്തെ അവതാരമായ പരശുരാമൻ തന്റെ മഴു എറിഞ്ഞപ്പോഴാണ് കേരളം പൊന്തി വന്നത് എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രം ഇവിടെ ആരംഭിക്കുന്ന ഐതിഹ്യ പ്രകാരം പരശുരാമൻ മഴു എറിഞ്ഞത് മുതലാണ്. എന്നാൽ ഇവിടെ വേറൊരു യുക്തി ഇല്ലായ്മയുള്ളതെന്നു ചോദിച്ചാൽ 6-ാം അവതാരമായ പരശുരാമന് തൊട്ടു മുമ്പാണ് 5-ാം അവതാരമായിരുന്ന വാമനൻ ജീവിച്ചിരുന്നത്. ആ വാമനന്റെ കാലത്താണ് അസുര രാജാവായ ഈ മഹാബലി കേരളം ഭരിച്ചത് എന്നാണ് ഐതിഹ്യം. അപ്പൊ വാസ്തവത്തില് 6-ാം അവതാരമായിരുന്ന പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയ കേരളത്തിന് തൊട്ടു മുമ്പ്, അല്ല കേരളം ഇല്ലാതിരുന്നതിന് മുമ്പ് അവതാരമായി വിഷ്ണുവിന്റെ അവതാരമായി വന്ന വാമനന്റെ കാലത്ത് അസുര ചക്രവർത്തിയായി കേരളം ഭരിച്ച മഹാബലി ഏത് കേരളമാണ് ഭരിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എനിക്കറിയാൻ വയ്യ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയട്ടെ. അപ്പൊ വാസ്തവത്തിൽ ഇതാണ് ഇതിന്റെ ഐതിഹ്യം. എന്നാൽ ഞാൻ തിരുവോണത്തെ മനസ്സിലാക്കുന്നത് പൗരാണിക കാലം മുതല് കേരളത്തിലെ കർഷകരായിരുന്ന ആളുകൾ അവര് പകലന്തിയോളം പാടത്തും കരയിലുമായി ജോലി വേലകൾ ചെയ്ത് തങ്ങളുടെ കൃഷിഭൂമിയിൽ കൃഷിയൊക്കെ ഇറക്കി അഹോരാത്രം അധ്വാനിച്ച് വെട്ടമില്ലാത്ത, വെളിച്ചമില്ലാത്ത, ഭക്ഷ്യസുരക്ഷയില്ലാത്ത, പട്ടിണിയും പൈതാഹവും ഒക്കെ ഉള്ള കായിക ബലം കൊണ്ട് അത്യധ്വാനം ചെയ്ത് പൂന്താലിയും തൂമ്പയും കൊണ്ട് ഭൂമിയിൽ കിളച്ച് കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഇന്നത്തെ പോലെ ഒളിമ്പിക്സോ ഹോക്കിയോ പിന്നെ വേൾഡ് കപ്പോ ഒന്നും അവരുടെ ഒരു പൊതുവായ സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനുമായി ഇല്ലാതിരുന്ന ആ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ പൂർവികരായ ആളുകൾ അവരുടെ കാർഷിക ഉത്സവത്തിന്റെ പ്രതീതിയായി അവര് ക്രമീകരിച്ച ഒരു ഫെസ്റ്റിവലാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്ന ഓണവും ഇന്നത്തെ ഓണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആ കാലത്ത് ക്ലൈമറ്റ് വളരെ സണ്ണിയായിരുന്നു. മനോഹരമായ വെയിലുണ്ട്. സുന്ദരമായൊരു പ്രകൃതി രമണീയത അന്തരീക്ഷത്തിനുണ്ട്. മഴ ഇന്നത്തെ പോലെ ഇല്ല. അന്ന് 2-3 പൂപ്പൽ കൃഷിയുള്ള കൃഷിയിടങ്ങളുണ്ട്, നിലങ്ങളുണ്ട്. ചിങ്ങമാസിൽ കൊയ്ത്തുണ്ട്. ആ പുന്നലാണ് അന്ന് ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നാട് നീളെ ആളുകൾ പൂക്കളമിടുമായിരുന്നു, കൂഞ്ഞാൽ കിട്ടുമായിരുന്നു. അയലോക്കത്തെ കുട്ടികളും ഞങ്ങളുമെല്ലാം ഒന്നിച്ചു ചേർന്ന് ചാടുകയും മറുകയും കുറ്റിയും കോളും കളിക്കുകയും അതുപോലെ തന്നെ ഊഞ്ഞാലാടുകയും അത്തപ്പൂ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വർത്തമാനക്കാരായിരുന്നു. അന്ന കാലത്തെ പട്ടിണിയും പ്രയാസമൊക്കെ ഉള്ള ആ കാലഘട്ടത്തിൽ ഉള്ളതുപോലെയുള്ള ജാതീയ സ്പർദ്ധയോ ജാതീയ വേർതിരിവോ അല്ലെങ്കിൽ മതവിദ്വേഷമോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. എല്ലാവരും ഏകോദര സ്നേഹിതരെ പോലെ പരസ്പരം സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. ക്രൈസ്തവരുടെ ഈസ്റ്റർ, ക്രിസ്മസ് ഇത്യാദി കാര്യങ്ങൾ അക്രൈസ്തവരായ ആളുകൾ പലരെയും ക്ഷണിക്കുകയും അവർ വരികയും ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ ഓണത്തിന് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാർത്തോമാക്കാരായിരിക്കുമ്പോഴും ഞങ്ങളുടെ അയലോക്കത്തുണ്ടായിരുന്ന പെന്തക്കോസുകാരും ബ്രദറുകാരും ഞാൻ പോയി ഊണ് കഴിച്ചിട്ടുള്ള ഈ അക്രൈസ്തവ ഭവനങ്ങളിൽ അവരെയും വിളിക്കുകയും അവരും വന്ന് കഴിച്ചിട്ടുള്ളതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അന്ന് ഈ പറയപ്പെട്ട വേർതിരിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വയറ് നിറച്ച് ചോറ്, പരിപ്പ്, സാമ്പാറ്, പപ്പടം, പിന്നെ ശർക്കര പുരട്ടി, ഉപ്പേരി, ഇതെല്ലാം കൂട്ടി നന്നായിട്ട് വയറ് നിറച്ച് ആഹാരം കഴിക്കാൻ കിട്ടുന്ന, അന്യോന്യം ബന്ധം പുലർത്തുന്ന, സഹവർത്തിത്വം പുലർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്നാൽ ഇതിന്റെ പിറകിലുള്ള ഐതിഹ്യമൊന്നും പഠിച്ചിട്ടല്ല അന്ന് ഊണ് കഴിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാബലി എന്ന് പറയുന്ന അസുര രാജാവാണ്. അസുര രാജാവായ പ്രഹ്ലാദന്റെ പൗത്രൻ അല്ലെങ്കിൽ വിരോചനന്റെ മകനായിരുന്നു ഈ മഹാബലി എന്ന ഐതിഹ്യം. ആ മഹാബലി ഈ കേരളത്തിൽ ഒരു ഭരണകർത്താവായി വന്നു. വാമനന്റെ കാലത്താണ് അദ്ദേഹം ഇവിടെ ഭരിക്കുന്നത്.
അങ്ങനെ അദ്ദേഹം ഭരിക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യം, ഇദ്ദേഹം ഈ അസുര ചക്രവർത്തി ആയിരുന്നുവെങ്കിലും നല്ല സൽഭരണം കാഴ്ചവെക്കുന്ന ആളായിരുന്നു. നമ്മൾ 4ാം ക്ലാസ്സിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച പോലെ മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അസുര ചക്രവർത്തിയായിരുന്നെങ്കിലും പ്രജകൾക്ക് ഏറ്റവും മനോഹരമായ ഭരണം കാഴ്ചവെച്ച, കള്ളമില്ലാത്ത, ചതിയില്ലാത്ത, കൊള്ളയില്ലാത്ത, കൊലയില്ലാത്ത, ഭക്ഷ്യസമൃദ്ധിയുള്ള, എല്ലാവരെയും ഒരുപോലെ കരുതുന്ന, സ്നേഹിക്കുന്ന ഒരു നല്ല കാലഘട്ടമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം സൽഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ദേവന്മാർക്കും ദേവേന്ദ്രനും അല്പം പ്രയാസമുണ്ടായി. ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ദേവേന്ദ്രനും ദേവന്മാരും, നമ്മളിതൊന്നും വിശ്വസിക്കാത്തതാണ്, നമുക്ക് അതിനെക്കുറിച്ച് പ്രശ്നമേ അല്ല. അപ്പൊ ഇന്ദ്രന്മാരും ദേവന്മാരും തമ്മിലുള്ള ഒരു ചർച്ചയുണ്ടായി. ഈ പരുവത്തില് ഈ മഹാബലിയെ മുമ്പോട്ട് വിട്ടാല് ഒരു പ്രശ്നമുണ്ടാകും. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയമെല്ലാം ഇദ്ദേഹം കവരും. ഇദ്ദേഹം നല്ല സൽഭരണം കാഴ്ചവെക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇന്ദ്രന്മാരുടെ ഇന്ദ്രപ്രസ്ഥത്തിലെ ഭരണാധിപത്യം നഷ്ടപ്പെടുമോ എന്ന ഭയം ദേവേന്ദ്രനുണ്ടായി, മറ്റുള്ള ദേവന്മാർക്കുണ്ടായി. അവർ ഒന്നിച്ചു വന്ന് വിഷ്ണു ഭഗവാനോട് ഒരു പരാതി പറഞ്ഞു. ഇങ്ങനെ മഹാബലി മുമ്പോട്ട് പോയാൽ ഞങ്ങളുടെ സിംഹാസനം ചിലപ്പോൾ ആടി ഉലയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് കഥയുടെ തുടക്കം. അപ്പോൾ അവിടുന്ന് വിഷ്ണു ഒരു അവതാരം സ്വീകരിച്ചു. ആ അവതാരമാണ് വാമൻ എന്ന് പറയുന്നത്. വിഷ്ണുവിന്റെ മഹാബലി ഈ വാമനൻ എന്ന നിലയിൽ ഇദ്ദേഹം അവതരിക്കുകയാണ്. ഒരു കുള്ളനായിരിക്കുന്ന, നീളം കുറഞ്ഞ ഒരു ബ്രാഹ്മണനായിട്ടാണ് ഈ വാമനൻ അവതരിക്കുന്നത്. അങ്ങനെ ഈ വാമനൻ ഭൂമിയിൽ അവതരിച്ചിട്ട് മഹാബലി നർമ്മദാ നദീതീരത്ത് നടത്തുന്ന മഹാബലി ഈ ഒരു യാഗം കഴിക്കാൻ വേണ്ടി വാമനൻ നല്ല ചക്രവർത്തിയായിരുന്ന, അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയോട് 3 അടി സ്ഥലം ആവശ്യപ്പെട്ടു. നമ്മൾ ഓർത്ത പോലെ മഹാബലി നല്ല സൽഗുണ സമ്പന്നായിരുന്നു. അസുര ചക്രവർത്തി ആണെങ്കിലും ജനങ്ങൾക്ക് വളരെ ഉപകാരം ചെയ്ത ആളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ മഹാബലി വിശാല ഹൃദയനായിരുന്നുകൊണ്ട് മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ ഒരു കുള്ളനായിട്ട്, നീളം കുറഞ്ഞ ഒരു ബ്രാഹ്മണനായിട്ട് അവതരിച്ചിട്ട് തനിക്കും യാഗം കഴിക്കാൻ ഒരു 3 അടി സ്ഥലം വേണമെന്ന് പറഞ്ഞു. മഹാബലി അങ്ങനെ അതിന് സമ്മതിച്ചു. 3 അടി സ്ഥലം കൊടുക്കാൻ സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ച ഉടൻ തന്നെ ഈ വാമനൻ എന്ത് ചെയ്തറിയാവോ? അദ്ദേഹം ത്രിവിക്രമനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആകാശത്തോളം വളർന്ന് വലുതായിട്ട് തന്റെ കാലടി കൊണ്ട് അദ്ദേഹം 3 അടി സ്ഥലം അളക്കാൻ അനുവദിച്ചു. ആദ്യത്തെ അടി അദ്ദേഹം ഭൂമി അളന്നു. അപ്പൊ ഭൂമി തീർന്നു. 2ാമത്തെ അടി കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആകാശവും സ്വർഗവും തീർന്നു. പിന്നെ 3ാമത് കാലടികൾ വെക്കാൻ സ്ഥലമില്ലാതായി. അങ്ങനെ വന്നപ്പോൾ നല്ലവനായിരുന്ന ഈ അസുര ചക്രവർത്തി മഹാബലി വാമനന്റെ മുമ്പാകെ തന്റെ ശിരസ് ചായച്ചു കൊടുത്തു. വാമനൻ തന്റെ കാല് ഈ മഹാബലിയുടെ ശിരസിന്മേൽ വെച്ചു അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. ജനത്തിന് ഏറ്റവും സുഗമമായി ഭരണം നടത്തിയിരുന്ന മഹാബലി ഈ നിലയിൽ പാതാളത്തിലേക്ക് മനസ്സോടെ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോൾ തന്റെ നല്ലവരായ പ്രജകളെ ഒരു പ്രാവശ്യമെങ്കിലും ആണ്ടിലൊരിക്കലും ഒന്നൊന്ന് കാണാൻ ഒരു അനുവാദം തരണമെന്ന് വിഷ്ണുവിന്റെ അവതാരമായിരിക്കുന്ന വാമനനോട് അപേക്ഷിച്ചു. വാമനൻ അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചില്ല. വാമനൻ അദ്ദേഹത്തിന് തന്റെ പ്രജകളെ ആണ്ടിലൊരിക്കൽ സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ആണ്ടിലൊരിക്കൽ താൻ ചവിട്ടി താഴ്ത്തപ്പെട്ട പാതാളത്തിൽ നിന്ന് താൻ ഭരണം ചെയ്ത കേരളത്തിലെ തന്റെ പ്രജകളെ സന്ദർശിക്കാൻ മഹാബലി വരുന്നു. അപ്പൊ പ്രജകളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഓലക്കുടയും പിടിച്ച് പൂക്കളും ഒക്കെ ഒരുക്കി, കൂഞ്ഞാലും ഒക്കെ കെട്ടി, മനോഹരമായ സദ്യയൊക്കെ ഒരുക്കി അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ള ഐതിഹ്യമാണ് തിരുവോണ ആഘോഷത്തിന്റെ പിറകിലെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതെന്തുമാകട്ടെ, എന്നാൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു കാർഷിക ഉത്സവമായിട്ടാണ്. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെ എന്നതിനേക്കാൾ ജനത്തിന്റെ പൊതുവായ ഒരു കാർഷിക ഉത്സവമാണ്. ഇനി ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ രാജു മേത്ര പാസ്റ്റർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു പ്രസംഗത്തിന്റെ ലിങ്ക് എനിക്ക് 1-2 ആളുകൾ അയച്ചു തന്നു. 2 ഹൈന്ദവ സ്നേഹിതന്മാരും അതുപോലെ 1-2 ക്രിസ്ത്യൻസും.
എന്നിട്ട് പറഞ്ഞു, ദേവദാസൻ ഇതിനൊരു മറുപടി പറഞ്ഞു. ഞാനൊക്കെ അതിന്റെ മറുപടി പറയാനൊക്കെ കാര്യം അദ്ദേഹമൊക്കെ ശ്വാസം അടക്കി വിടാൻ കഴിയാതെ വണ്ണം പുൽപ്പിലേക്ക് ധാരാളം പ്രസംഗ ശുശ്രൂഷകളുള്ള ആളാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. പെന്തക്കോസ്ത് സഭാ പ്രസ്ഥാനത്തിലെ വളരെ വിശാലമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാള് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, അപ്പൊ അദ്ദേഹത്തിന് ഞാനിപ്പോ അതിനെ കണ്ണിക്കാനോ ഒന്നും പോകുന്നില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഈ ഓണം ആഘോഷിക്കുകയോ ഓണത്തിന് ഒരുക്കിയ ആഹാരം കഴിക്കുകയോ ചെയ്യുന്ന ആളുകൾ, അതായത് കറുത്തിയക്കട്ട സ്വർഗത്തിൽ പോയാലും സ്വർഗം തരിശു ഭൂമിയായി കിടന്നാൽ പോലും അങ്ങനെയുള്ള ഒരു പെന്തക്കോസ്തുകാരനും അവിടെ പോകുകയില്ല എന്നാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഈ സമൂഹം നമുക്ക് ചുറ്റുപാടുമായി ധാരാളം ക്രൈസ്തവരും അതുപോലെ അക്രൈസ്തവരായ ഹൈന്ദവ സ്നേഹിതരും ചുരുക്കം ചില മുസ്ലിങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്താണ് ഇടതൂർന്ന നിലയിൽ നമ്മൾ ഈ കേരളത്തിൽ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ താമസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം നേരെ സ്വർഗത്തിലേക്ക് ഒരു പ്രൊമോഷൻ യേശുക്രിസ്തുവിന് തന്നിട്ട് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മളെ മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഭൂമിയിലെ ഒരു കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സഹകരിക്കുകയോ സംബന്ധിക്കുകയോ അതിൽ ഭാഗവാക്കുകളാകുകയോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വരികയില്ല. എന്നാൽ നമ്മളെ രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് മടങ്ങി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഭൂമിയിൽ തന്നെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആക്കിയിട്ട് ഇവിടെ വെച്ച് നമ്മൾ വിശ്വാസികളായി കർത്താവിന്റെ വരവിനെ കാത്ത് പ്രത്യാശയോടെ ജീവിക്കണം എന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കണം എന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ തിന്നരുത്, തൊടരുത്, സ്പർശിക്കരുത് എന്നുള്ള പ്രമാണങ്ങളൊന്നും കർത്താവോ ശിഷ്യന്മാരോ അടിച്ച് നമ്മളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അതിന്റെ പ്രത്യേക കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ചില കടപ്പാടുകളോ ചില ബാധ്യതകളോ ചില 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 പ്രതിബദ്ധതകളോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ജാതി മത വർഗ വ്യത്യാസങ്ങൾ നമുക്ക് പാലിക്കാൻ സാധിക്കത്തില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് ഒരു അക്രൈസ്തവരായ ആള് ഇപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8, 9, 10 ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ ഈ കൊരിന്തിലെ വിശ്വാസികൾ ചിലർ പൗലോസിനോട് എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു അധ്യായത്തിലെ വിഷയം വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക എന്നുള്ള വിഷയമാണ്. ഇപ്പൊ അവിശ്വാസിയായ ഒരു സ്നേഹിതൻ ഭക്ഷണത്തിനായിട്ട് എന്നെ ക്ഷണിച്ചാൽ എനിക്ക് ആ ഭക്ഷണം കഴിക്കാമോ കഴിക്കാതിരിക്കാമോ? ഇതാണ് ചോദ്യം. അപ്പൊ അവിശ്വാസി ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ എന്ത് ചെയ്യണം എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അവിശ്വാസിന്റെ ഭക്ഷണത്തിനായി ക്ഷണിച്ചാൽ നിന്റെ മുമ്പിൽ വയ്ക്കുന്ന എന്ത് എന്നുള്ളത് നീ സംശയിക്കാതെ സ്തോത്രം ചെയ്ത് അത് ഭക്ഷിച്ചുകൊള്ളുക. അക്രൈസ്തവനാകുന്ന ഒരാള് നമുക്കൊരു ആഹാരം തന്നാൽ ഈ ആഹാരത്തെ സംബന്ധിച്ച് യാതൊരു സംശയവും ഉണ്ടാവാതെ സ്തോത്രം ചെയ്ത് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് അത് വേണമെങ്കിൽ ഭക്ഷിക്കാം. എന്നാൽ ഈ തൊട്ടതിനെല്ലാം ഉടനെ ഇടറിപ്പോകുന്ന ബലഹീന മനസാക്ഷിയുള്ള ഒരു സ്നേഹിതൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയും അത് വിഗ്രഹത്തിന് അല്ലെങ്കിൽ വാമനന് അല്ലെങ്കിൽ മഹാബലിക്ക് പൂജിച്ചതാണ്, കഴിക്കരുത് എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ വാശി നിമിത്തം നമ്മൾ കഴിച്ചാൽ അദ്ദേഹത്തിന് ഇടർച്ച ഉണ്ടാകുകയും ചെയ്യുമെങ്കിൽ ആ സഹോദരൻ നിമിത്തം നമുക്കത് കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതേക്കുറിച്ച് താഴോട്ട് പറയുമ്പോൾ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് വിഗ്രഹം ഏതുമില്ല. കാരണം നമ്മൾ ജീവനുള്ള ഒരു ദൈവത്തെ, ഏക ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അത് നമ്മെ സംബന്ധിച്ച് വിഗ്രഹം ഏതുമില്ല. ഇനി ഇതിനെ സാധൂകരിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ മെസ്സേജ് പറഞ്ഞപ്പോൾ എന്നെ സോഷ്യൽ മീഡിയയിൽ വാരി അലക്കിയ ചില ആളുകളുണ്ട്. അത് പാരമ്പര്യവാദികളായവരും പിന്നെ വെറും കടുംപിടുത്തക്കാരായിരുന്ന മൂരാക്ഷികളായിരുന്ന ചില ആളുകൾ. അവരെന്റെ നേരെ യുദ്ധത്തിന് വരികയും എന്നെ നീണ്ട വർഷങ്ങൾ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കത് പ്രശ്നമേ അല്ല. പറഞ്ഞോട്ടെ, ഇപ്പൊ ഈ പറയുന്ന മെസ്സേജിനും പറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞോട്ടെ, നല്ല കാര്യം. അത് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും ഉണ്ടല്ലോ. പക്ഷെ ആശയത്തെ മാത്രമേ കണ്ടിക്കാം. ആശയത്തിനപ്പുറത്തേക്ക് മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്ത് നശിപ്പിക്കാനുള്ള ലക്ഷ്യത്തിൽ ആരെങ്കിലും ചർച്ച ചെയ്താൽ ഞാൻ എന്നൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല. ദൈവം അവരോട് ആ കാര്യങ്ങൾ ഏർപ്പെട്ടോട്ടെ. എനിക്കത് വിഷയമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ത്യയിൽ ജീവിക്കുന്നു. കേരളത്തിലെ ഭക്ഷണ സാധനങ്ങളിൽ 95% സാധനവും വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നും ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്, പച്ചക്കറി ഉൾപ്പെടെയുള്ളത്. അരിയും മറ്റു സാധനങ്ങളും സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ വരുന്നത് രാജസ്ഥാന്, UP, ഒറീസ മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ്. ഇന്ത്യയുടെ മിക്കവാറുമുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്കിവിടെ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഭക്ഷ്യസുരക്ഷ അല്ലാതെ കൃഷി ചെയ്തില്ല. അത്യാവശ്യമായ തേങ്ങയോ മാങ്ങയോ കിട്ടുന്ന അല്ലാതെ വേറെയില്ല.
ഇനി വടക്കേ ഇന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ അത് കൃഷി ചെയ്യുന്ന ആളുകളിൽ 99% ആൾക്കാരും ക്രിസ്ത്യൻസ് അല്ല. ഈ രാജ്യത്തിലെ കർഷകരാകുന്ന അക്രൈ സർവസ്നേഹിതരാണ്. അപ്പൊ അവരുടെ വയലിൽ കൃഷി ചെയ്യുന്നു. കൃഷി ഇറക്കുമ്പോൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവരെ ആരാധിക്കുന്ന മൂർത്തികളെ വിളിച്ചും അവർക്ക് വിളക്ക് കൊളുത്തിയും ഒക്കെയാണ് ഈ കൃഷി വിഭവങ്ങൾ ഇറക്കുന്നത്. പിന്നീട് അത് കൊയ്യുന്ന സമയത്ത് ഈ കൊയ്ത്തുത്സവം തന്നെ അവർക്കുണ്ട്. ഇതിന്റെ ആദ്യത്തെ കറ്റ അവരറുത്ത് അവരുടെ ക്ഷേത്രത്തില് വയൽ ക്ഷേത്രത്തിൽ തന്നെ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി സമർപ്പിച്ച ശേഷമാണ് ഇതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ബാബിലോണിലും ഒക്കെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ദേവനോ ദേവിക്കോ പൂജിച്ച അരിയാണ്, അല്ലെങ്കിൽ കടലയാണ്, അല്ലെങ്കിൽ ഉലുവയാണ്, കടുകാണ്, ജീരകമാണ്, സവാളയാണ്. അതുകൊണ്ട് ഞാനിത് ഭക്ഷിക്കുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് അത് പോകും. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പൗലോസും പറഞ്ഞു, മാർക്കറ്റിൽ ചന്തയിൽ എന്ത് കിട്ടിയാലും നിങ്ങളത് വാങ്ങി സ്തോത്രത്തോട് ഭക്ഷിച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വാഹനം വാങ്ങിക്കുന്ന ആളുകളെ ഞങ്ങളുണ്ട്. വാഹനം വാങ്ങിക്കുന്ന ചില ഷോറൂമുകളിൽ ടയറിന്റെ അടിയിൽ നാരങ്ങ വെച്ചിട്ട് ആ നാരങ്ങ കൂടെ ഉരുട്ടിയാണ് ഈ വണ്ടി മുന്നോട്ടിറങ്ങുന്നത്. അതിന്റെ പുറകിലുള്ള ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അവര് സിന്ദൂരവും അതും ഇതും ഒക്കെ സാധാരണ ഇടാറുണ്ട്. ഞാൻ വണ്ടി വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് ഈ വക ഒന്നും വേണ്ട, നിങ്ങൾ വണ്ടിക്ക് തന്നച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്തോളം പോരുക ചെയ്തിട്ടുള്ളത്. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അപ്പോ രണ്ട്, തിരുവനന്തപുരത്തിനടുത്ത് ഈ നാലാഞ്ചിറയ്ക്ക് ഇപ്പുറത്ത് ഒരു രാജ് ഹോട്ടൽ തട്ടുകടയുണ്ട്. ഒരു ചെറിയ ഹോട്ടലാണ്. ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ നിവൃത്തിയിടത്തോളം ഹോട്ടൽ ആഹാരം കഴിക്കാറില്ല. കാര്യം എനിക്ക് സ്റ്റൊമക്കിന് പ്രശ്നമുള്ള മനുഷ്യനാണ്, അത് ദീർഘവർഷങ്ങളായിട്ട്. അതുകൊണ്ട് ഞാൻ ഹോട്ടൽ ആഹാരം ഭക്ഷിക്കാറില്ല. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ആ വഴിയായി പോകുമ്പോൾ ആഹാരം കഴിക്കേണ്ട ആവശ്യകത വന്നാൽ ഞാൻ ഈ രാജ് ഹോട്ടലിലാണ് കയറുന്നത്. അതിനകത്ത് ഒരു 40 മിനിറ്റ് നിന്നാൽ മാത്രമേ ഒരു ചെയർ കിട്ടൂ. 10-30 ചെയർ മാത്രമുള്ള ഒരു ഇടുങ്ങിയ ഹോട്ടല്. പക്ഷെ അവിടെ നല്ല വൃത്തിയായ ആഹാരം കിട്ടും. അതുകൊണ്ട് ഞാൻ കയറും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പല ബ്രദറുകാർ സഹോദരന്മാരെയും പല പെന്തക്കോസുകാരെയും അവിടുന്ന് ആഹാരം കഴിക്കാൻ വന്നവരെയും കഴിക്കുന്നവരെയും ഒന്നിച്ച് കഴിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആഹാര രീതിയെക്കുറിച്ച് ശ്രദ്ധിച്ചു. മാനയിലിരിക്കുന്ന കൊച്ചി ക്യാബിൻ, അതിന്റെ മുകളില് അവരുടെ വിശ്വാസം അനുസരിച്ചുള്ള ഭഗവാന്റെ ഫോട്ടോ ഉണ്ട്. ആ ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പാകെ സാമ്പ്രാണിയും അതും ഇതുമൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്, വിളക്കും കത്തിച്ചു വെച്ചിട്ടുണ്ട്. കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ഹോട്ടലിൽ എല്ലാ ദിവസവും ഉണ്ട്. 12:30ക്കാണ് അവിടുത്തെ ആഹാരം. 12:25 ആകുമ്പോൾ ഒരു ദൂഷണിൽ വെട്ടിയിട്ട് ഈ അവിടെ വിളമ്പുന്ന ആഹാരം എല്ലാം കൂടെ ഈ കാക്കയ്ക്ക് വിളമ്പി വെക്കും. കാക്കയ്ക്ക് ആദ്യം കൊടുത്ത ശേഷമാണ് മനുഷ്യ വിളമ്പുന്നത്. ഭഗവാനുള്ളതും അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിൽ ആരെങ്കിലും കയറി, ഞാനൊരു ബ്രദറുകാരനാണ്, പെന്തക്കോസുകാരനാണ്, ഇവരാദ്യം ഈ ഭഗവാന്റെ മുമ്പാകെ ഇത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കഴിക്കുകയെന്ന് പറഞ്ഞ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് കഴിച്ച് കാശും കൊടുത്തേച്ച് ഇറങ്ങിപ്പോകാറുണ്ട്. ഇതാണ് സാധാരണയായി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അക്രൈസ്തവരായ ആളുകളുണ്ട്. അവരുടെ ഭക്ഷണമേശ വിവാഹത്തിന് മറ്റ് സദ്കർമ്മങ്ങൾക്കൊക്കെ നമ്മളെ ക്ഷണിക്കും. നമ്മൾ സാമൂഹ്യ ജീവി ആയതുകൊണ്ടും ഒരു സമൂഹത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നവരും ജീവിക്കേണ്ടവരുമായതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്തു, അവർ വിളിച്ചാൽ അവരുടെ വിവാഹവേദികളിൽ പോവുകയും നമ്മൾ അവിടുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യാറുണ്ട്. ഈ വിവാഹവേദികളിലെ അവരുടെ ആഹാരം അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ വിശ്വസിക്കുന്ന മൂർത്തിക്കാണ് ആദ്യം വിളമ്പുന്നത്. വിളമ്പിയ ശേഷമാണ് ബാക്കിയുള്ള ആളുകൾക്കെല്ലാം വിളമ്പി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരാള് എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നതായി ഞാൻ കണ്ടിട്ടില്ല. നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് മതവിദ്വേഷമുണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിച്ച് അനാവശ്യമായിരിക്കുന്ന വിമർശനങ്ങൾക്കും സംസാരങ്ങൾക്കും വേദി ഒരുക്കുന്നത് ഒരു ക്രിസ്തീയ രീതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചുകൊണ്ട് ഒരുത്തം പറയാണ്, എനിക്ക് തിരുവോണത്തിന് അയലോക്കക്കാരൻ വിളിക്കുന്ന സദ്യ വേണ്ട, നീ പോകണ്ട, കഴിക്കുകയും വേണ്ട, അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരു പൊതു സംവിധാനത്തിൽ ഇതുപോലെ സെർവ് ചെയ്യപ്പെടുന്ന ആഹാരം കഴിക്കാതെ ഒരുവൻ മാറി എന്ന് കഴിഞ്ഞാൽ ഈ കൊടുത്തവന് യാതൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ആ കഴിക്കാതിരുന്നവനെ ആളുകൾ ശ്രദ്ധിക്കും. അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രമാണം. അപ്പൊ വാസ്തവത്തില് നമ്മളെ ഈ തിരുവോണം സംബന്ധിച്ച് തിരുവോണമോ ഈസ്റ്ററോ ഇതൊന്നും ആഘോഷിക്കാൻ ഞാൻ ആർക്കും ആഹ്വാനം ചെയ്തില്ല. ഞാൻ എന്റെ ആയുസ്സിൽ ഇന്നുവരെയും ഈസ്റ്ററും ആഘോഷിച്ചിട്ടില്ല, ഓണവും ആഘോഷിച്ചിട്ടില്ല, ക്രിസ്മസും ആഘോഷിച്ചിട്ടില്ല. ഇവിടുത്തെ ഞങ്ങളുടെ അയലോക്കത്തുള്ള വേർപാടുകാരുടെയും ബന്ധുക്കോസുകാരുടെയും വീടിന്റെ മുമ്പാകെ ക്രിസ്മസ് സമയത്ത് 3-4 സ്റ്റാർ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഞാൻ സ്റ്റാറും വാങ്ങിച്ചിട്ടില്ല, കെട്ടിയും തൂക്കിയിട്ടില്ല, ബൾബ് ഇട്ടില്ല. കാര്യം സ്റ്റാറിന് 10-300 രൂപ വേണം. എനിക്ക് അതിന് ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ അത് ചെയ്തിട്ടുമില്ല.
ചെയ്യുന്നവരെ ഞാൻ വിമർശിക്കാൻ പോയിട്ടുമില്ല. അത് അവരുടെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഓണാഘോഷം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഇത് ഈ മഹാബലിയുടെ ഐതിഹ്യം വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇതൊരു കാർഷിക ഉത്സവമായി, ഒരു സന്തോഷത്തിന്റെ നാളായി ഒക്കെ കണക്കാക്കപ്പെടുന്ന ഒരു ദിവസങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആളുകൾ അതിൽ പങ്കാളിലാകുന്നു, അവർ ഒന്നിച്ചു കൂടുന്നു. അത് തന്നെയല്ല, ഈ പിന്നെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ബന്ധുക്കള്, സ്നേഹിതര്, ഭാര്യ വീട്ടുകാര്, ഭർത്തൃ വീട്ടുകാര്, പിന്നെ മക്കള്, കൊച്ചുമക്കള്, അവരുടെ ഇമ്മീഡിയറ്റ് റിലേഷൻപ്പെട്ട ആളെല്ലാം കൂടെ കൂടുന്നൊരു കുടുംബ സംഗമമായും ഇതിനെ പരിഗണിക്കാറുണ്ട്. അതൊരു സോഷ്യൽ ഗ്യാതറിംഗ് ആണ്. അവരുടെ അന്യോന്യമുള്ള ഒരു സന്തോഷം പങ്കിടുന്ന സമയമാണ്. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് വലിയ ഉപദേശം കണ്ടെത്തി ഒരു ഓണത്തിന്റെ ആഹാരം കഴിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഒരുത്തൻ ആഹാരം പിടിച്ചു തന്നാൽ, അല്ലെങ്കിൽ ഒരുത്തൻ കൊണ്ടു തന്നാൽ അത് കഴിച്ചാൽ സ്വർഗരാജ്യത്തിൽ അവന് പ്രവേശനമില്ലെന്നൊക്കെ പറയാൻ കഴിയുന്ന പാസ്റ്റർമാർ വാസ്തവത്തിൽ അമാന്ത പാസ്റ്റർമാർ തന്നെയാണ്. ഈ സ്വർഗരാജ്യം ഇവിടെ ആർക്കെങ്കിലും തീറാതാൻ എഴുതി കൊടുത്ത ഒരു സാധനമാണ്. വേദപുസ്തകം എന്താണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്? തന്റെ പുത്രനായ യേശു ക്രിസ്തു, അതായത് മഹാബലിയായി നമ്മൾ കണക്കാക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് സത്യത്തിന്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും ധർമ്മത്തിന്റെയും മൂർത്തിഭാവമായി സ്വർഗത്തിൽ നിന്ന് പ്രജകളായി മനുഷ്യവർഗത്തെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യനായി 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ തന്റെ വിസ്താര സഭയുടെ മുമ്പാകെ നീണ്ട വിസ്താരത്തിന് വിധേയപ്പെട്ട് അന്നത്തെ ഗലീലയുടെ രാജാവ് ഗവർണറായിരുന്ന പീലാത്തോസിന്റെയും യഹൂദയുടെ രാജാവായിരുന്ന ഹെരോദാവിന്റെയും അതുപോലെ മതകോടതികളുടെ അധിപന്മാരായിരുന്ന ഹന്നാവിന്റെയും കയ്യഫാവിന്റെയും മുമ്പാകെ മാറി മാറി വിസ്തരിക്കപ്പെട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ 3 കോടതികളുടെ മുമ്പാകെ നിർവിഘ്നം സാക്ഷ്യം പ്രാപിച്ചിട്ടും യഹൂദന്മാരായ ആളുകളുടെ നിർബന്ധപ്രകാരം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി തീരുവാൻ ദൈവനിയോഗപ്രകാരം ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവരിലെ ഗോൽഗോദായിലേക്ക് പോയി 2 കള്ളന്മാരുടെ നടുവിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് തന്റെ ചുമലിന്മേൽ അത് ആവഹിച്ച് ക്രൂശിന്മേൽ കയറി മരിച്ച് അരിമത്തയിലെ യോസേഫിന്റെ കലയിൽ അടക്കപ്പെട്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ മരണത്തെയാണ് ബലിമരണമായി നമ്മൾ സാധാരണയായി കണക്കാക്കുന്നത്. മഹാബലി എന്ന് പറഞ്ഞാൽ സകല ബലികളുടെയും ശ്രേഷ്ഠമായ ബലി. അതാണ് ഇബ്രാഹിംകാരൻ പറയുന്നത്. അതുകൊണ്ട് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും അവശേഷിക്കുന്നില്ല. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാകളുടെയും രക്തവും മരണപ്പെട്ടവർമേൽ തടയുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തിയിരുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെത്താൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ എത്രയധികം പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ പോകണം. നമ്മുടെ മനസാക്ഷികളെ എത്രയധികം ശുദ്ധീകരിക്കും. ക്രിസ്തു പാപപരിഹാര ബലിയായി, മഹാബലിയായി ക്രൂശിന്മേൽ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് പൗലോസ് കൊരിന്ത്യരിൽ പറയപ്പെടുന്ന പ്രമാണം വിഗ്രഹം ഏതുമില്ല. നമ്മുടെ മുമ്പാകെ വിളമ്പുന്നത് സ്തോത്രത്തോടെ നമ്മൾ ഭക്ഷിക്കുക. ഒരുവൻ മനഃപൂർവ്വമായി അത് വേണ്ട എന്ന് വെച്ചാൽ അത് അവന്റെ സ്വാതന്ത്ര്യം. ഒരുത്തൻ അത് കഴിച്ചാൽ ഇവനെ അകാരണമായി വിമർശിക്കാനും അവനെ അടിച്ചമർത്താനും അവനോട് വിദ്വേഷം പുലർത്താനും നമുക്കാർക്കും അവകാശമില്ല. ഒരു ഉസ്താദ് ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, ഓണാഘോഷം വരികയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങൾ കൂടെ ഡാൻസ് ചെയ്യരുത്. അവരുടെ മതത്തിന് പരിമിതികളുണ്ട് പോലും. മതത്തിന്റെ പരിമിതിക്ക് അപ്പുറത്ത്, മതിലുകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് മാനവികതയും മനുഷ്യത്വവും പുലർത്തുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80 സംവത്സരം മാത്രം. അതിന്റെ പ്രതാപം വളരെ ചെറുതാണ്. അത് വേഗത്തിൽ കടന്നു പോകുന്നതാണ്, നിഴൽ പോലെ കടന്നു പോകുന്നതാണ്. മനുഷ്യനൊരു സോഷ്യൽ ബീങ് ആണ്, സാമൂഹിക ജീവിയാണ്. ഒരു സാമൂഹിക ജീവിയായി ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സാധാരണ നിലയിൽ നമ്മൾ ചേർന്ന് പോകേണ്ട അല്ലെങ്കിൽ സഹകരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട്, സാമൂഹിക പ്രതിബദ്ധതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഒരു ആഹാരം നമ്മുടെ മുമ്പാകെ വിളമ്പിയത് സ്തോത്രം ചെയ്ത് കഴിച്ചാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവനെ അശുദ്ധനാക്കുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴാണ് ചന്ദ്രക്കിന്റെയും മേശക്കിന്റെയും അഭേദ്നഗുവിന്റെയും കഥ പറഞ്ഞുകൊണ്ട് ചില അമിത ഭക്തന്മാർ രംഗത്ത് വരുന്നത്. ചന്ദ്രക്കും മേശക്കും അഭേദ്നഗവും ഒക്കെ യഹൂദന്മാരായിരുന്നു. അവര് ആ നിലയിലാണ് അവരുടെ വിശ്വാസ പ്രമാണം. നമ്മളെ സംബന്ധിച്ച് കൃപയുടെ പ്രമാണത്തിൽ ഇങ്ങനെ പറയുന്ന യാതൊന്നും പുറത്തുനിന്ന്
മനുഷ്യന്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ലെന്നവർ. അങ്ങനെയാണ് പിന്നെ അവനെ അശുദ്ധനാക്കുന്ന വേറെ കാര്യമുണ്ട്. മദ്യപാനി, അവൻ ദൈവരാജ്യം അവകാശമാക്കാത്ത ലിസ്റ്റിൽ പറയുന്ന ഒരാളാണ്. മദ്യം കഴിക്കാൻ പാടില്ല. വെറിക്കൂത്തുകൾ, അതിനകത്ത് നമ്മളെ ലയിക്കാൻ പാടില്ല. തന്നെത്താൻ നമ്മുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ലൈംഗിക പാപങ്ങൾ പാടില്ല. ദൈവത്തിന് വിരോധമാകുന്ന അശുദ്ധ ജീവിതം പാടില്ല എന്നതൊഴികെ ബാക്കിയുള്ളതൊന്നും ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളല്ല. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ള ആളുകൾ തരുന്ന ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എങ്കിൽ ഈ ഭൂമിയിലല്ലാതെ നേരെ സ്വർഗത്തിൽ പോയി ജീവിക്കേണ്ടായി വരും. സ്വർഗം ബന്ധക്കോസുകാർക്കോ ബ്രദറുകാർക്കോ ഏതെങ്കിലും പ്രത്യേക സ്വഭാവ വിഭാഗക്കാർക്കോ അവരെ നാമനിർദ്ദേശം ചെയ്യുന്ന ആളുകൾക്കോ വേണ്ടി മാത്രമുള്ളതല്ല. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുന്ന ഏവർക്കും ഉള്ള അവകാശമാണ്. കുറഞ്ഞ പക്ഷെ അതെങ്കിലും മനസ്സിലാക്കണം. അതില് രാജീവ് മേത്ര പറയുന്നത്, ഐ എം സോറി ടു മെൻഷൻ ഹിസ് നെയിം, അദ്ദേഹം പറയുന്നത് ഈ ആത്മനിറവുള്ള ഒരു ബന്ധക്കോസുകാരനും. എന്താണ് ഈ ആത്മനിറവ്? ആത്മനിറവുള്ള ബന്ധക്കോസുകാരനാണോ കുമ്പനാട്ട് 2 ചേരിയിൽ നിന്ന് പോലീസിന്റെ അകമ്പടിയോട് ഇലക്ഷൻ നടത്തുന്നത്? ആത്മനിറവുള്ളവനാണോ ഈ 2 നേതൃനിരയായിട്ട് സഭയെ വിഭജിച്ച് സംഘടനയാക്കി കോടതികൾ കയറി ഇറങ്ങുന്നത്? ഇതൊന്നും ആത്മാവിന് യാതൊരു പിണക്കവുമില്ല. ആത്മാവിന് പ്രയാസമുള്ള ഇത്തരം കാര്യങ്ങൾ മാത്രം. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിക്കുകയും ചെയ്യുന്നു. ഇതാ ഇന്നത്തെ ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കിണറ്റിനകത്ത് കിടക്കുന്ന തവള ഇതിനപ്പുറത്തേക്ക് വിശാലമായ ജലാശയമുണ്ടെന്നും ഇത് കേവലം ഒരു കിണറാണെന്നും ഇതിനപ്പുറം അറ്റ്ലാന്റിക് ഓഷനോ പസഫിക് ഓഷനോ ഇതല്ലെന്നും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ തിന്നാത്തവനെ ധികരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കുകയും അരുത്. നാം ക്രിസ്തുവിന്റെ അവയവങ്ങളല്ലോ എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ തിരുവോണം ആഘോഷിക്കണമെന്ന് ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആൾക്കാർ ഇപ്പൊ ഇതിനകത്ത് എന്നെ ഇത് ക്രൂശിക്കാനായിട്ട് പോരും. നിങ്ങളെ തിരുവോണം എന്നല്ല ഒരു സംഗതി നിങ്ങൾക്ക് ആഘോഷിക്കണ്ട. ഞങ്ങൾ അത് ആഘോഷിക്കുന്നില്ലല്ലോ. ഒരു നേരത്തെ ആഹാരം ഞാൻ ഇന്ന് എന്റെ വീട്ടില് ആഹാരം വെച്ചു. അനേക കാലങ്ങൾക്ക് ശേഷം കെമിക്കലിനെ ഭയന്ന് വാങ്ങാതെ മത്സ്യം ലുലുവിൽ നിന്ന് വാങ്ങിയത് അല്പം കിളിമീൻ കറി വെച്ച് ചോറും ശകലം മീൻസോറിനും കൂട്ടി വെച്ച് കഴിച്ചു. അതായിരുന്നു എന്റെ ആഹാരം. അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ തിന്നരുത്, തൊടരുത്, സ്പർശിക്കരുത് എന്നൊക്കെയുള്ള മാനുഷിക പ്രമാണങ്ങൾ കൊണ്ട് ദൈവിക ശക്തിയെ പരിത്യജിക്കുകയല്ല, ജനതകളെ ഭിന്നിക്കുകയല്ല, മതവിദ്വേഷം പുലർത്തുകയല്ല, മതവികാരം ഏർപ്പെടുത്തുകയല്ല, മറ്റുള്ളവരുടെ വികാരങ്ങളെയും കൂടെ ബഹുമാനിക്കാനും ആദരിക്കാനും സമൂഹത്തിൽ മറ്റുള്ള ആളുകൾക്കും കൂടെ ബഹുമാനം കൊടുക്കാനും ഒക്കെ പഠിക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയരായ ആളുകൾ. ആവശ്യം പരിജ്ഞാനവും ദൈവകൃപയുമാണ്. അത് സമൃദ്ധിയായി നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഈ മഹാബലിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും സംബന്ധിച്ചുള്ള ഐതിഹ്യം എന്തും ആയിക്കോട്ടെ, ഞാൻ ഈ ഐതിഹ്യം വിശ്വസിക്കുന്നില്ല. കാരണം അത് വിശ്വസിക്കാത്തതുകൊണ്ട് ഒരു യുക്തിസഹജമായ ചോദ്യം ചോദിച്ചപ്പോൾ എന്നെ ആരും ക്രൂശിക്കാൻ വരുമോ? വിശ്വസിക്കുന്നവരെ വിശ്വസിക്കട്ടെ. അപ്പൊ ഞാൻ വിശ്വസിക്കാത്തതിന്റെ കാരണം അതിനകത്തെ യുക്തിഹീനതയാണ്. കാരണം മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ 5ാമത്തെ അവതാരമായ വാമനൻ, 6ാമത്തെ ആളാണ് പരശുരാമൻ. പരശുരാമൻ മഴു പറഞ്ഞാണ് കേരളം ഉണ്ടായത്. ഇപ്പൊ പരശുരാമൻ കേരളം ഉണ്ടാക്കുന്നതിന് മുമ്പ് ജീവിച്ച അവതാരമാണ് വാമൻ. വാമന്റെ കാലത്താണ് മഹാബലി ഭരണം നടത്തുന്നത്. അതായത് അസുര ചക്രവർത്തിയായിരുന്നു. ആ മഹാബലിയാണ് ഈ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തത്. അപ്പൊ ഇല്ലാത്ത കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുന്ന മഹാബലിയെ മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്ന വാമനൻ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്നുള്ള ഐതിഹ്യമായി ഇതിന്റെ പിറകിലുള്ളത്. എന്നാൽ ഈ ഐതിഹ്യത്തെ അവിടെ വിട്ടേക്ക്, അത് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കട്ടെ. നമ്മൾ അവരുടെ വികാരത്തെ ഒന്നും വ്രണപ്പെടുത്താൻ പോകേണ്ട ആവശ്യമില്ല. അത് അവരുടെ സ്വാതന്ത്ര്യം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത് കേരളത്തിലെ പൗരാണിക ജനതയുടെ ഒരു കാർഷിക ഉത്സവമായിരുന്നു എന്നാണ്. അവർ സന്തോഷിക്കാനും പരസ്പരം കൂടി വരാനും വീട്ടുകാരൊന്നിച്ച് സമ്മേളിക്കാനും ഒന്നിച്ച് ആഹാരം പാചകം ചെയ്യാനും ഒന്നിച്ച് കഴിക്കാനും ഒക്കെയായി അവർ കണ്ടെത്തിയ ഒരു സന്തോഷത്തിന് നാളുകൾ. അതിനപ്പുറത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ആ നിലയിൽ ചിന്തിച്ചാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.